പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം ഇതിന്റെ 63-ാമത്തെ വാക്യം. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. പ്രൈസ്. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു എന്നുള്ളതാണ്. ഇസഹാക്കിനെ സംബന്ധിച്ച് നമ്മൾ വേദവസം പഠിക്കും, പുള്ളി ഒരു ധ്യാന പുരുഷനായിരുന്നു. പ്രൈസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ധ്യാന പുരുഷന്മാർ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലുമുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒരുപാട് ധ്യാന പുരുഷന്മാരുണ്ട്. സത്യവിശ്വാസത്തിന്റെ പേരിൽ ഉള്ള ധ്യാന പുരുഷന്മാരുമുണ്ട്. വ്യാജ ഉപദേശങ്ങൾ, കപട ഉപദേശങ്ങൾ പറഞ്ഞ്, ദുരുപദേശങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന അനവധി ധ്യാന പുരുഷന്മാരുമുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ മനുഷ്യരുടെ അനവധി ധ്യാന പുരുഷന്മാർ ഇന്ന് ഭൂമിയിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ധ്യാനവും നമ്മുടെ ദൈവികമായ ബന്ധവും ഏതിന്റെ അടിസ്ഥാനത്തിനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇസഹാക്ക് അങ്ങനെ നല്ലൊരു ബോധ്യമുള്ളവനായിരുന്നു. തന്റെ പിതാവായ അബ്രഹാമിൽ നിന്ന് താൻ കേട്ടുപഠിച്ച അനവധി ഉപദേശമുണ്ട് ഇസഹാക്ക്. അബ്രഹാമിന്റെ ദൈവമാണ് ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, അഖിലാണ്ടത്തിന്റെ ഉടയവൻ. തന്റെ ചെറുപ്രായത്തിൽ തന്നെ യാഗം കഴിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ, ഇസഹാക്കിന്റെ അപ്പനോട് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഹല്ലേലൂയ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത്. ദൈവം ഇടപെട്ട് മാത്രമല്ല ഇസഹാക്കിനെ വിടുതൽ കൊടുത്ത് അബ്രഹാമുമായി മടങ്ങി വന്നത് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ അബ്രഹാം സ്വന്തം മകന് വിവരിച്ചിട്ടുണ്ട്, മകൻ അനുഭവസ്ഥനും കൂടാണ്. അതുകൊണ്ട് തന്നെ യഹോവയായ ദൈവത്തിൽ വളരെ അധികമായി വിശ്വാസം ഈ ഇസഹാക്കിനുണ്ടായിരുന്നു. പ്രൈസ്. അതുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ദൈവത്തിനെ ധ്യാനിക്കുന്ന ഒരു അനുഭവത്തിന്റെ മാറ്റിവെച്ചു. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ഒരു ധ്യാന പുരുഷനായി മാറും. സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ കൗമാരക്കാരായിരുന്നാലും നിങ്ങൾക്ക് മാറിയിരുന്ന് ദൈവത്തെ വിളിക്കുവാൻ കഴിയുന്ന സമയം തൊട്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ്. ലോകമൊന്നും നമുക്കൊരിക്കലും അനുകൂലമല്ല, അനുയോജ്യമല്ല. ഈ ലോകം നമുക്കൊന്നും ഒട്ട് തരത്തുമില്ല. അല്ലേ? മാറി മാറി വരുന്ന പരിഷ്കാരങ്ങൾ അതനുസരിച്ച് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മാറി മാറി വരുന്ന ഭരണാധിപന്മാർ ജനത്തെ നശിപ്പിച്ചും പിടിച്ചുകൊണ്ടിരിക്കുക രാജ്യത്തെ. ഇവരൊന്നും നമുക്ക് യാതൊന്നും ചെയ്തില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്നിരുന്ന നാം ദൈവത്തെ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷമായി മാറും. ഇന്നത്തെ കാലങ്ങളിൽ മത നേതാക്കന്മാരെ ധ്യാനിക്കുന്നവരുണ്ട്, മതഗുരുക്കന്മാരെ ധ്യാനിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, സിനിമാ ലോകത്തുള്ളവരെയും കായിക രംഗത്തുള്ളവരെയും ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, ആൾ ദൈവങ്ങളെ, മനുഷ്യ ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അതെല്ലാം വെറും വ്യർത്ഥമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യനെ അല്ല നമ്മൾ ദൈവമായിട്ട് കാണേണ്ടത്. സാക്ഷാൽ സൃഷ്ടമായി ദൈവത്തെ നമ്മൾ ദൈവമായിട്ട് കാണണം. ഹല്ലേലൂയ. അപ്പൊ ഇസഹാക്ക് ലോകപ്രകാരം മാത്രമല്ല ആത്മീയ പ്രകാരവും അവൻ 100% 100 മേനി അനുഗ്രഹിക്കപ്പെട്ടവന്. ഹല്ലേലൂയ. നമ്മൾ 100% 100 മേനി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് പറ്റിയിരിക്കണം. ലോകത്തോട് പറ്റിയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാന അപമാന നഷ്ടങ്ങൾ, പണനഷ്ടം, ശാരീരിക നഷ്ടം, അല്ലെങ്കിൽ അപമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവികമായ നന്മകൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. പ്രൈസ്. ഇസഹാക്കിനെ പോലെ നിങ്ങൾ നല്ല ധ്യാന പുരുഷനായിരിക്കണം. അപ്പൊ ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ആത്മീയവരത്തെ ഇരട്ടിയായി ഏലിശ പ്രാപിച്ചു. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ഇരട്ടി പങ്കിനായിരുന്നു ഏലിശ ഏലിയാവിനെ അനുഗമിച്ചത്. ഹല്ലേലൂയ.
എലീശ ചോദിച്ചത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. അല്ലേ? നല്ല ചോദ്യമാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത് നമ്മൾ ഇസ്ഹാക്ക് ധ്യാനപുരുഷൻ, രണ്ടാമത് ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചു മേടിച്ചതുപോലെ, മൂന്നാമത് ബെന്യാമീൻ അല്ലെങ്കിൽ ജോസഫിന്റെ അടുക്കൽ നിന്ന് 5 ഇരട്ടി അനുഗ്രഹവുമായി. ക്ഷാമം വന്നപ്പോൾ ഇസഹാക്കിന്റെ മക്കള് എല്ലാം ജോസഫിന്റെ ഇരിക്കുന്നത്, ജോസഫിന്റെ സഹോദരന്മാരാണ്. യോസഫിന്റെ ഇളയ സഹോദരനായിരിക്കുന്ന ബെന്യാമീൻ മറ്റുള്ള സഹോദരന്മാരെക്കാൾ ഇരട്ടി 5 ഇരട്ടി അനുഗ്രഹം പുറത്തു നോക്കിയേ. അപ്പൊ ഇസഹാക്ക്, എലീശ, ബെന്യാമീൻ. അല്ലേ? വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ദാനിയേലിനെ കുറിച്ച് കാണാൻ കഴിയും. ദാനിയേൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന സകല ജ്ഞാനികളെക്കാളും 10 ഇരട്ടി ജ്ഞാനം പ്രാപിച്ചു. ഇവരൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നവരാ. നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിട്ട് ദൈവം നമ്മെ മാനിക്കും കേട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ പറയട്ടെ, നീ ഇസഹാക്കിനെ പോലെ, എലീശയെ പോലെ, ബെന്യാമിനെ പോലെ, ദാനിയേലിനെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ആത്മീയ ദാഹത്തോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റി, നിന്റെ കുടുംബത്തിന്റെ പരാജയങ്ങളെ മാറ്റി, നിന്റെ മക്കളെയും വിജയ ശ്രീലാളിതനാക്കി മാറ്റും. വിജയത്തിലേക്ക് കുതിക്കുവാൻ, വിജയത്തിലേക്ക് നിന്റെ കുടുംബത്തെ കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ്. മാതാപിതാക്കളോട് പറഞ്ഞത്, നിന്റെ മക്കളെ ഇസഹാക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കാൻ പഠിപ്പിക്കണം. എലീശ ചോദിച്ചതുപോലെ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ബെന്യാമീൻ യോസേഫിന്റെ ഇരിക്കുന്ന 5 ഇരട്ടി വാങ്ങിയതുപോലെ നിങ്ങളുടെ മക്കൾ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ബാബിലോണിലുള്ള സകല ജ്ഞാനികളെക്കാൾ 10 ഇരട്ടി ജ്ഞാനം പ്രാപിക്കുവാൻ ദാനിയേൽ ദൈവത്തെ തെരഞ്ഞെടുത്തതുപോലെ നിങ്ങളുടെ മക്കളെ അതിനുവേണ്ടി ഒരുക്കണം. സഹോദരൻ, അല്ല മൊബൈലും കൊടുത്ത് മാറ്റി ഇരുത്തുകയല്ല ചെയ്യേണ്ടത്. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുങ്ങളും ആത്മീയമായി വളരുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിൽ വലിയ വീമ്പടിക്കുന്നവരുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ, ഞങ്ങൾ ദൈവമുള്ളവരാ, ഞങ്ങൾ പള്ളിയുള്ളവരാ, ഞങ്ങൾ ഭയങ്കര വിശ്വാസമാണ്, ഞങ്ങൾ യേശുവിന്റെ ആളാ, ഞങ്ങൾ ദൈവത്തിന്റെ ആളാ. ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുഞ്ഞ് സൺഡേ സ്കൂൾ പഠിച്ചാലും കേറ്റസം പഠിച്ചാലും വേദപുസ്തകത്തിന്റെ ആദ്യ വാക്യം കാണാതെ പറയാൻ നിന്റെ കുഞ്ഞിനറിയാവൂ? വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം വാക്യം നിന്റെ മക്കൾക്ക് പറയാൻ അറിയാവൂ? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കേറ്റസം പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കും അറിയത്തില്ല, അവർക്ക് പുസ്തകം നോക്കണം. അല്ലേ? കാരണം പഠിക്കുന്നില്ല. തെറ്റ് പറയില്ല കേട്ടോ, കുറ്റം പറയില്ല. അങ്ങനെ ചിന്തി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കണം. ഇത് പറഞ്ഞ് നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിന് പകരമായി ഇന്ന് ഒരു കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞിനൊരു 6 മാസം കഴിഞ്ഞ് ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും? അതിന്റെ മുമ്പിലേക്ക് ഈ പാള പോലെ ഈ തൊരപ്പൻ മൊബൈൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ കുഞ്ഞ് അതിനകത്തുള്ള കച്ചറകളെ തട്ടിമുട്ടി, അതൊന്നും അറിയത്തില്ല. അതിന്റെ പിള്ള മനസ്സിൽ കള്ള കഴിക്കത്തില്ല. അത് തട്ടിയും മുട്ടിയും കണ്ടും കേട്ടും പിന്നെ അതെല്ലാം മനസ്സിലാക്കിയെടുക്കും. അത് വളർന്നു വരുമ്പോൾ അതിന് അഡിക്റ്റായി മാറും. അങ്ങനെ ആ വളർന്നു വരുന്ന കുഞ്ഞ് പിന്നീട് മൊബൈലിന് അടിമയായി നീ അത് കൊടുക്കണം. പിന്നെ നീ ഒക്കത്തിരുന്ന് ചോറ് കൊടുക്കുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും ഈ മൊബൈലും കൊടുക്കണ്ടേ കുട്ടിയെ? ആ കുഞ്ഞൊരിക്കലും നിന്നെ അനുസരിക്കത്തില്ല. നിന്റെ ഭവനത്തിലെ കുഞ്ഞ് നശിച്ച്, നിന്റെ മക്കൾ നശിച്ചത് മാതാവി പിതാവി നീ ഒറ്റ ഒരുത്തി കാരണം, സഹോദര പിതാവി നീ ഒറ്റ ഒരുത്തൻ മുഖാന്തരമാണ്. നിന്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഇതെല്ലാം സമുദായത്തിലും ഉണ്ട് കേട്ടോ. ക്രിസ്ത്യൻ മാത്രമല്ല, ഹിന്ദുവിന്റെ ആയിരുന്നാലും ഇസ്ലാമിൻ്റെതായിരുന്നാലും ബുദ്ധമതക്കാരന്റെ ജൈനമതക്കാരന്റെ ഇന്ന് ഈ ലോകത്തിലുള്ള സകല കുഞ്ഞുങ്ങളും പാപത്തിലാണ് വളരുന്നത്. അന്ധകാരം അവരുടെ ജീവിതത്തിൽ, അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അന്ധകാരം അവരെ മൂടിക്കളഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യം, അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും മൂടിയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അന്ധകാരം കൂരിട്ട് മൂടി. അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ മക്കളെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ പഠിപ്പിക്കണം. കൃപാവരങ്ങൾ ചോദിച്ച് വാങ്ങുവാൻ പഠിപ്പിക്കണം. ദൈവത്തോട് ഏകാഗ്രത പുലർത്തുവാൻ പഠിപ്പിക്കണം.
പ്രാർത്ഥിക്കാൻ സമയം തിരഞ്ഞെടുക്കുവാൻ അവരെ പഠിപ്പിക്കാം. അല്ലേരിയ കുടുംബത്തിനകത്ത് മാതാവിനും പിതാവിനും മക്കൾക്കും ഒന്നും പ്രാർത്ഥനയില്ലാതെ പോയത് കുടുംബത്തിനകത്ത് ശാപങ്ങൾ കടന്നു വന്നു. അല്ലേരിയ നാളൊരു സഹോദരനോ ഞങ്ങളുടെ വീട് പ്രേതങ്ങളുടെ താഴ്വരയാ പാസ്റ്റർ പറഞ്ഞു. ഓർത്തു നോക്കി, ഒരു വീട് പ്രേതങ്ങളുടെ താഴ്വരയാണെന്ന് പറയണമെങ്കിൽ ആ കുടുംബത്തിന്റെ സ്ഥിതി എത്ര വഷളായി പോയെന്ന് ചിന്തിക്കണം. അല്ലേരിയ ചിലര് എന്റെ പാസ്റ്റർ നരകമാണ് ഞങ്ങളുടെ വീടെന്ന് പറയും. നരകത്തിലെ അനുഭവം അവർക്ക് അറിയത്തില്ല, എന്നാലും ഒരു പറയും നരകമാണ്. നരകം എന്ന് പറയുന്നത് കെടാത്ത തീ, ചാകാത്ത പുഴു, സകല ദുഷ്ടന്മാരും ഉടങ്ങിക്കിടക്കുന്ന സകല ദുഷ്ടന്മാരുടെ കേന്ദ്രമായിരിക്കുന്ന കരച്ചിലും പല്ലുകടിയും മാത്രം ഉറപ്പുള്ള ആ ഒരു അനുഭവമാണ് നരകം. അതുകൊണ്ട് ഞങ്ങളുടെ വീട് നരകമാണെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. പ്രൈസ്. ഇതൊക്കെ ഞാൻ കേട്ടവനാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കേട്ട് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, സൂചിച്ചിട്ട് അവരോടൊക്കെ പറയും, ഞങ്ങളെ പറയരുത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം നിങ്ങൾക്ക് മനോഹരമായ കുടുംബമാണ്, കുടുംബ ജീവിതമാണ് തന്നത്. നമ്മുടെ കുടുംബം പ്രേതങ്ങളെ താഴ്വരയാണ്, നരകമാണെന്നൊന്നും പറയരുത്. ഞാൻ എല്ലാവരോടും പറയും കേട്ടോ. നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തിൽ ശാപവാക്കുകൾ വരുത്തി വെക്കരുത്. അല്ലേ? അനവധി കുടുംബങ്ങളിൽ കണ്ണുനീരാ, പ്രശ്നങ്ങളാ, പ്രതിസന്ധികളാ. ഏതു തിരികെ നോക്കിയാലും കുടുംബത്തിൽ പ്രശ്നമാണ്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അബ്രഹാമിന്റെ ഭവനത്തിനകത്ത് സാറയും ഇസഹാക്കും അവർ ദൈവ ഭയമുള്ളവരായിരുന്നു. അവർ ദൈവത്തോട് ചേർന്നിരുന്നു. സാറയെ സംബന്ധിച്ചിടത്തോളം സാറ തന്റെ മകനായിരിക്കുന്ന, വാർദ്ധക്യത്തിലെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കുവാൻ സാറ ഇസഹാക്കിനെ പഠിപ്പിച്ചു കാണും. പ്രൈസ്. അബ്രഹാമിനെ ഇസഹാക്ക് മാതൃകയാക്കി കാണും. അല്ലേരിയ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവമായി മാറി. ഇസഹാക്കിൽ നിന്ന് ജനിച്ച യാക്കോബ് അലിയ ഇസഹാക്കിന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. വേദപുസ്തകം അവസാനം പറഞ്ഞു അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അല്ലേരിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു പഠിപ്പിക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിലെ അനുഭവം വരണം. ഞാനിത് പറയും, എന്റെയൊക്കെ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബം പ്രേതങ്ങൾ താഴ്വയായിരുന്നു, ഞങ്ങളുടെ കുടുംബം നരകമായിരുന്നു പറഞ്ഞവര് എന്റെ വീട്ടിൽ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്റെ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര കള്ള, എന്നും തെറിയും പറഞ്ഞ് വെകളും പറഞ്ഞ് റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി, സമാധാനമില്ല. പിന്നെ വീട്ടിൽ വന്നാൽ ചോറും കലവും എടുത്ത് താഴോട്ട് എറിഞ്ഞ് പിന്നെ പാത്രം കറിക്കൊണ്ടുവന്ന് ചളങ്ങിയതും എല്ലാം അടിച്ചു പുറത്ത് കോട്ടുകലമാണെങ്കിൽ അതിനകത്ത് ചക്കര മേടിച്ചൊരു പാറ ഇടിച്ചു പൊടിച്ച് ആ ശർക്കര ഒഴുക്കി കലടയ്ക്കുന്ന പണിയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് നിരന്തരം. അപ്പൊ ഞങ്ങൾ അമ്മ പറയും ഇതൊരു നരകമാണെന്ന് പറയും ഞങ്ങളുടെ കുടുംബം. അപ്പൊ ഞാനതൊക്കെ അനുഭവിച്ചു വന്ന ആളാണ്. അതുകൊണ്ടാണ് മടി കൂടാതെ പറയുന്നത്. നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തിൽ ശാപം കൊണ്ടുവരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ആ തലമുറയിൽ ജനിച്ചു കൊണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്നത് കൊണ്ട്, ഞങ്ങൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടും, ഞങ്ങൾ ലജ്ജ കൂടാതെ പറയുന്നത് കൊണ്ടും, ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങൾ പറയട്ടെ, നിങ്ങളുടെ കുടുംബം ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലഘട്ടങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ ഈ പുതിയ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവഭയം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തണം. പ്രൈസലോ. ഇപ്പൊ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കും. സർക്കാർ ഭയങ്കര നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കഞ്ചാവ് വീക്കും കള്ള് വീക്കരുതെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ചുമ്മാ കാറ്റിൽ പറത്തി ഓരോരുത്തർ സ്ഥാനമാനങ്ങൾക്ക് അകത്തിരുന്നുകൊണ്ട് പേരിനും പ്രസിദ്ധിക്കും വേണ്ട ചെയ്യുന്നതാണ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ട് വീട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകൾ അടിപിടിയൊക്കെ ഉണ്ടാക്കിയത്. എത്രയോ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു, എത്രയോ കുഞ്ഞുങ്ങൾ ജയിലിൽ കിടക്കുന്നു. ഇത് നമ്മുടെ സ്കൂളുകൾ, ഡേ കെയർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വിവിധ കോളേജ് അക്കാദമികളിലൊക്കെ പരിസരങ്ങളിലുള്ള കടകളും അവിടെയുള്ള ആൾക്കാരെ നിരന്തരം ജനം വീക്ഷിക്കണം, നിരീക്ഷിക്കണം. സ്കൂൾ കമ്മിറ്റി, PTA കമ്മിറ്റി, സ്കൂൾ അധ്യാപകർ, മാതാപിതാക്കൾ, അയൽവാസികൾ, അരിവിടൻ, രഹസ്യ സ്കൂളുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്ന മദ്യരൂപികളെ, മയക്കുമരുന്ന് രൂപികളെ, പാൻമസാല രൂപികളെ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ കള്ളും കഞ്ചാവും എത്തിച്ചു കൊടുക്കാൻ തൊട്ട രാക്ഷസന്മാരെ, രക്തദാഹികളെ, ഈ നരാധന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ തലമുറ നഷ്ടപ്പെടരുത്.
എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ തലമുറ നഷ്ടപ്പെടരുത്. ഇസഹാക്കിനെ പോലെ നിന്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഏലിശയെ പോലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചു വാങ്ങുവാൻ. ബെന്യാമീൻ ജോസഫിന് 5 ഇരട്ടി അനുഗ്രഹം വാങ്ങിയതുപോലെ ദാനിയേലും ബാബിലുള്ള സകല ജ്ഞാനികളെക്കാളും 10 ഇരട്ടി ജ്ഞാനം പ്രാപിച്ചോലെ നിന്റെ കുഞ്ഞിനെ നീ വളർത്തിയെടുക്കണം. നീ നിന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ തന്നെ കുറെ പൈസ എടുത്ത് പോക്കറ്റിലിട്ട് വലിയൊരു വണ്ടിയൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. മര്യാദയ്ക്ക് വളർത്തിയാൽ നിന്റെ കുടുംബത്തിനകത്ത് അനർത്ഥം ഉണ്ടാകാതിരിക്കും. ഞാൻ വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാനീ വളരെ തലമുറയ്ക്ക് വേണ്ടി വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ. ഞാൻ ആത്മഭാരത്തോടെ എൻ്റെ ആരും അല്ല, എനിക്ക് പരിചയമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ആരും മാറ്റി നിർത്താതെ അവനെന്റെ ശത്രു, അവളെന്റെ ശത്രു, അവൾ വേറെ ജാതി, അവൻ വേറെ ജാതിയ, അവൻ വേറെ മതക്കാരൻ, അവൻ വേറെ ദൈവത്തിന്റെ ആളാ എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാനൊരു മതത്തിന്റെ പ്രാർത്ഥന ചെയ്യാറില്ല. ഞാൻ സകല ജനത്തെ എന്റെ കൺമുമ്പിൽ കാണുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞാൻ വഹിച്ച് എന്റേതായിട്ട് വെച്ച് പ്രാർത്ഥിക്കും. അതെന്റെ ജീവിതത്തിലൊരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാരത്തോടെയൊക്കെ നിങ്ങളോട് ഇത് പറയുന്നത്. അല്ലേലിയ, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഈ അധ്യയന വർഷത്തിൽ നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ തലമുറയെ കുറിച്ച് പരാതി ഉയരരുത്. സ്കൂളിൽ നിന്റെ കുഞ്ഞുങ്ങൾ അടിപിടി ഉണ്ടാക്കരുത്. സ്കൂൾ പരിസരത്ത് മദ്യപിക്കുന്ന, മയക്കുമരുന്നിക്കുന്ന ഈ കരാളന്മാരെ, ദുഷ്ടരാക്ഷസന്മാരെ, രക്തദാഹികളെ നാം തിരിച്ചറിഞ്ഞ് അവർക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രൈസലോ, ഹല്ലേലൂയ. എത്രയോ കുഞ്ഞുങ്ങളെ തകരുന്നതല്ലേ. ഭവനത്തിനകത്ത് പിതാവ് ഇരുന്ന് മദ്യം കുടിക്കരുത്. ഭവനത്തിന് പിതാവ് മദ്യം കുടിക്കരുത്. ഭവനത്തിന് സഹോദരങ്ങൾ മദ്യം കുടിക്കരുത്. നിന്റെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് മദ്യം നീ ഊറ്റി കുടിക്കരുത്. പുകവലിച്ച് കാണിക്കരുത്. മുറുക്കാൻ തിന്നരുത്. പുകയില തിന്നരുത്. ഭവനത്തിനകത്ത് പിതാവ് മാതൃകയായിരിക്കണം. മാതൃകയായിരിക്കണം. അബ്രഹാമിനെ പോലെ, സാറയെ പോലെ, ഇസഹാക്കിനെ വളർത്തിയെടുത്തതുപോലെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. കള്ളുകുടിക്കാനല്ല കേട്ടോ സഹോദരൻ എന്റെ മോനെ പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആദ്യകാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങൾ വരുമായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ ക്ഷേമങ്ങൾക്ക് അനുസരിച്ച് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് അവധിക്ക വെക്കേഷനത്തെ പരിപാടി എന്റെ മാമാന്ന പിള്ളേരുടെ ഞങ്ങള് മാമന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. ഞാൻ പിള്ളേർ, നീ ഏത് മാവിന്റെ വീട്ടിൽ പോയാലും, മാമൻ എന്നാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പിള്ളേരുടെ നീത്തമ്മ, ഏത് മാവിന്റെ വീട്ടിൽ പോയി നീ പോയതുപോലെ മടങ്ങി വരണമെന്ന് പറയും. അതുകൊണ്ട് ഈ പിള്ളേരുടെ പോയിട്ടൊക്കെ വന്നു അമ്മ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കള്ള് തന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളത് കുടിച്ച് ഞങ്ങൾ ഭയങ്കര സന്തോഷം ഒക്കെ ആയിരുന്നു. ഞങ്ങൾ നൃത്തമൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതിന് ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ചില കുടുംബങ്ങളൊക്കെ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേശത്തിന് മാതൃകയാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ദേശത്തിന്, സമൂഹത്തിന്, സ്കൂളിന്, നീ നിൽക്കുന്ന സമൂഹത്തിന്, സമുദായത്തിന് മാതൃകയായി മാറട്ടെ. നിന്റെ കുട്ടി മുഖാന്തരം അധികാരികൾ തലവേദനപ്പെടരുത്. നിന്റെ കുട്ടികൾ മുഖാന്തരം നിന്റെ കുട്ടികൾ അധികാരികൾക്കൊരു തലവേദനയാകരുത്. നിന്റെ കുട്ടി ജയിലിൽ പോയി കിടക്കരുത്. നിന്റെ കുട്ടി ഒരു കുറ്റവാളിയാണെന്ന് ലോകം മുദ്രകുത്തരുത്. ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത് അബ്രഹാമിന്റെ സാറയുടെ മകൻ ഒരു ധ്യാനപുരുഷനായിരുന്നു. അബ്രഹാമിന്റെ സാറയുടെ മകൻ ഒരു ധ്യാനപുരുഷനായിരുന്നു. നിന്റെ മകൻ ദൈവത്തോട് അടുത്തിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തുമെന്ന് 91 സങ്കീർത്തനമൊക്കെ വായിക്കുന്നത് പോലെ ദൈവഭയത്തിൽ എന്നെ കേൾക്കുന്ന മാതാവിന്റെ കുഞ്ഞിനെ നീ വളർത്തിയെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഇസ്ഹാക്ക് ഒരു ധ്യാനപുരുഷൻ. ഏലിശയുടെ ആഗ്രഹം എന്താ? ഏലിയാവിന് ഇരട്ടിപ്പങ്ക്. ബെന്യാമീൻ ജോസഫിന് 5 ഇരട്ടി അനുഗ്രഹം. ദാനിയേൽ ബാബിലെ ജ്ഞാനികളെക്കാൾ 10 ഇരട്ടി പ്രാപിച്ചു. നിന്റെ മക്കളെ ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ, ദൈവ മഹത്വത്തെയും തേജസ്സിനെയും ദൈവിക അനുഭവത്തെ നിന്റെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിനെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലൂടെ വളർത്തണം. ദൈവ ഭയമുള്ളവനാക്കി വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. കർത്താവിനെ ധ്യാനിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ, ഹല്ലേലൂയ, കർത്താവിലേക്ക് തിരിക്കണം.
കർത്താവിനെ ധ്യാനിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? കർത്താവിന്റെ മുഖത്തേക്ക് തിരിക്കണം. ഇസഹാക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇസഹാക്ക് വെളിപ്രദേശത്ത് പോയത് തന്റെ മണവാട്ടിയായ കാണുവാൻ വേണ്ടി കണ്ടുമുട്ടുവാൻ വേണ്ടി. അതിനെക്കുറിച്ച് പറയുന്നത് ആമീൻ, മണവാളനായ ഇസഹാക്ക് ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമാണ്. അവൻ വലിയ സ്തോത്രം, അവൻ പ്രതിശ്രുത വധുവിനെ എതിരേൽക്കാൻ വേണ്ടി ഇസഹാക്ക് ബേർലഹൈരോയി എന്ന സ്ഥലം വരെ ചെന്ന ഇസഹാക്ക്. അതേപോലെ തന്നെ ഇസഹാക്ക് തന്റെ പ്രതിശ്രുത വധുവിനെ എതിരേൽക്കാൻ ചെന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു നഷ്ടപ്പെട്ടു പോയ തന്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി കർത്താവിന്റെ മണവാട്ടിയായി പ്രതിശ്രുത വധുവുമായി ദൈവസഭയെ ചേർക്കുവാൻ വേണ്ടി യേശു ഭൂമി ജീവൻ തന്നു. അവസാന ജീവിതത്തിലുള്ള രക്തമരത്വം. അങ്ങനെ കർത്താവ് നമ്മെ നേടിയെടുത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്, മണവാളൻ തന്റെ പ്രതിശ്രുത വധുവായിരിക്കുന്ന ദൈവസഭയെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുമ്പോഴത്തേക്കും മണവാട്ടി സഭയായിരിക്കുന്ന ഞാനും നിങ്ങളും ഇസഹാക്കിനെ പോലും ധ്യാനത്തിലായിരിക്കണം, പ്രാർത്ഥനാതിരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നു കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം വളരെ ദുഃഖിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വം കണ്ട്, കണ്ണുനീര് കണ്ട്, വേദന കൊണ്ട് നിന്റെ കുടുംബം കടന്നു പോകുന്ന ആമീൻ അലിയ അനധികൃതമായ ദൈവികതമല്ലാത്ത ദൈവം വെറുക്കുന്ന പാപ സ്വഭാവങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിന്റെ തലമുറയിൽ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഭർത്താവിൽ, മക്കളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവം സ്വർഗം വേദനിക്കുന്നു, ദൈവം ദുഃഖിക്കുന്നു. മടങ്ങി വരണം കേട്ടോ. യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ പ്രതിശ്രുത വധുവിനെ എതിരേൽക്കാൻ വേണ്ടി വെളിപ്രദേശത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ റബേക്കയെയും ഇസഹാക്ക് തലപൊക്കി നോക്കി, റബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടു എന്നാണ് താഴോട്ട് വായിക്കും കാണുന്നത്. 64 താഴോട്ട് വായിച്ച കാണുക. ഇതുപോലെ കർത്താവ് തന്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിൽ കാഹളത്തൊരിക്കുമ്പോൾ തന്റെ പ്രതിശ്രുത വധുവായിരിക്കുന്ന മണവാട്ടി സഭയെ ചേർക്കുവാൻ നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ നിന്റെ തലമുറയിൽ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുമോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നീ ഒരുങ്ങണം കേട്ടോ. അതുകൊണ്ട് എന്റെ മക്കളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്ന് പോലും എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കലും ഒരു കുടുംബത്തിന് അമ്മായിയമ്മയും മരുമോളും ഭയങ്കര പ്രശ്നമാണ്. അമ്മായിയമ്മ മരുമോളെ അനുസരിക്കുന്നത്, മരുമോൾ അമ്മായിയമ്മ അനുസരിച്ച് രണ്ടുപേരും കീരിയും പാമ്പും പോരാ. ഹല്ലേലൂയ. എന്നാൽ രണ്ടുപേരും ഒരു പള്ളിയിൽ പോയി ഒന്നിച്ച് കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷയൊക്കെ പറഞ്ഞ് ദൈവത്തെ ഭയങ്കര സ്തുതിച്ച് വിക്ടറി ജയമൊക്കെ പറയും കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കീരിയും പാമ്പുവാ. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞേ, നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ സമൂഹത്തിൽ സഭയിൽ വരുമ്പോൾ വലിയ മായിമ്മ വരുമ്പോൾ എന്ത് വീട്ടിൽ വന്നാൽ നിങ്ങൾ കീരിയും പാമ്പുക. നിങ്ങൾക്കൊരിക്കലും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റും. നിങ്ങൾ എത്ര മനുഷ്യൻ കാണത്തക്ക നിലയിൽ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി നീ എത്ര വലിയ ആത്മീയ അനുഭവം അഭിനയിച്ചാലും നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയത്തില്ലെന്ന് ഞാനോട് പറയും. എങ്ങനെ തന്നെ വീട്ടിൽ കീരിയും പാമ്പും പോലെ ഇരിക്കുന്നതിനൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാനാ? കീരിയും പാമ്പും പോലെ ഇരിക്കുന്ന അമ്മായിയമ്മ, കീരി പോലെ ഇരിക്കുന്ന പാമ്പിനെ പോലെ കീരി, രണ്ടും കൂടെ ഒന്നിച്ച് പോരാടുന്ന ഈ അമ്മായിയമ്മയും ഒരുമുളയും കൂടെ സ്വർഗത്തിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ ദൈവത്തിന്? നിങ്ങളൊരു മറുപടി പറയാവോ? സഹോദരന്മാർ തമ്മിൽ കടിച്ചു നിൽക്കുന്ന വേട്ടപ്പട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കുരച്ച് കടിയുണ്ടാക്കുന്ന പോലെ സഹോദരന്മാർ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഒരു കള്ളുകുടിനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഒരു വ്യഭിചാരിയെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഒരു തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദിയെ, ഒരു രാജ്യദ്രോഹം കുറ്റം ചുമന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മത നേതാവിനെ, മനുഷ്യരക്തം ചൊരിയിക്കുന്നതിനൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ദൈവത്തിന് എന്തോ നേടാനാണ് ഞാൻ ചോദിക്കുന്നത്.
നീ എത്ര ഭക്തിയുടെ വേഷം ധരിച്ചാലും വിശുദ്ധന്മാർക്ക് മാത്രമേ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഇസഹാക്കും ഏലിശയും ബെന്യാമീനും ദാനിയേലും ഒക്കെ സ്വർഗത്തിലുണ്ട്. നിന്റെ മക്കൾ സ്വർഗത്തിൽ ചെല്ലുമോ? നീ സ്വർഗത്തിൽ ചെല്ലുമോ? 133 സംഘം ഒന്നാം വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. കുടുംബം, അബ്രഹാമിന്റെ കുടുംബം അതായിരുന്നു. അപ്പൊ ഇവിടെ നിന്റെ മക്കളെ കർത്താവ് വിധിക്കണം. അവന്റെ നാമത്തെ ധ്യാനിക്കണം. കർത്താവിന്റെ നാമത്തെ ധ്യാനിക്കണം. ഹല്ലേലൂയ. ദൈവവചനങ്ങളെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കർത്താവിന്റെ വചനങ്ങൾ പറഞ്ഞ് ധ്യാനിക്കുവാനൊക്കെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, ഈ കാലഘട്ടം തലമുറ കർത്താവായ യേശുക്രിസ്തു സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. അവൻ ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി ഗോൽഗോത്തയുടെ പാരമ്പര്യ കുരിശിച്ചുമന്ന ആമെ പടയാളികൾ ആ ചാട്ടമാർ അടികൊണ്ട് കണ്ടാൽ ആളല്ലെന്ന് തൂന്നുമാർ ശരീരം വികൃതമായി വീരൂപമായി തീർന്നു. കാൽവറിയിൽ കാലിലുപ്പാണയാൽ കുരിശിന്മേൽ നമുക്ക് വേണ്ടി പരമയാഗമായി ക്രൂശിനായി മുൾക്കിന്റെ കാര്യമായി യേശു മരണത്തിലൂടെ നമ്മെ വീണ്ടെടുപ്പിന്റെ വില നമുക്ക് തന്ന നിത്യജീവനെ കുറിച്ച് നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. കാൽവറിയാകത്തെ പരമയാകത്തെ യേശുവിന്റെ മരണത്തെ, യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ നമ്മൾ നിന്റെ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചവനെ അത് പറഞ്ഞ് ധ്യാനിക്കാൻ പഠിപ്പിക്കണം. കാരണം നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തി സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് നമ്മുടെ മണവാള എന്ന കർത്താവ് തന്റെ പ്രതിസുഖ വധുവായിരിക്കുന്ന മണവാട്ടി സഭയിൽ ചേർക്കാൻ മധ്യാകാശത്ത് വരുമ്പോൾ നിന്റെ മക്കളും നീ എടുക്കപ്പെടുവോ? ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവോ? സ്തോത്രം. പ്രൈസ്. മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവവചനം ധ്യാനിക്കുമ്പോഴും അഗ്നി ആളി കത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീ ആളാൻ തുടങ്ങും. നമുക്കറിയാം, ചെറിയ കനല് ഊതി കത്തിച്ചത് വലിയ തീനാളമായി മാറുന്നത് പോലെ ചെറിയ തീയുണ്ടല്ലോ, അത് തീനാളമായി മാറുന്ന പോലെ നിന്റെ കുഞ്ഞ് പ്രാർത്ഥനയിൽ ദൈവത്തിനെ ധ്യാനിക്കുവാൻ തുടങ്ങും. വചനം ധ്യാനിക്കുമ്പോൾ യേശുവോട് ചേർന്ന് പറ്റിയിരുന്ന് ആ കർത്താവിന്റെ ക്രൂശുമരണത്തെ, കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവാകുന്ന നീ വെളിപ്പെട്ടത് തീനാളം പോലെ നിന്റെ ഉള്ളിൽ ആളിക്കത്തുമ്പോൾ നിന്റെ ഉള്ളിലെ കീടങ്ങളെല്ലാം കരിഞ്ഞു മാറി. ഹല്ലേലൂയ. നിന്നെ ശുദ്ധിയുള്ളവനാക്കിയെടുക്കും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നീ ആരെയെ ധ്യാനിക്കുന്ന? സിനിമാ നടന്മാരെയാണ് ധ്യാനിക്കുന്നത്. നീ ആരെയെ ധ്യാനിക്കുന്ന? മനുഷ്യ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെയാണ് ധ്യാനിക്കുന്നത്. നീ ആരെയെ ധ്യാനിക്കുന്നത്? രാഷ്ട്രീയക്കാരാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു. ഓ, അത് എനിക്ക് അതിശയം തോന്നിപ്പോയി. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ, അത് ഏത് മുഖ്യമന്ത്രി, ഏത് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ തലവന്മാർക്കും ദൈവമഹത്വം അല്ലെങ്കിൽ കൊടുത്താൽ അത് ആ പറഞ്ഞ സഹോദരിക്ക് അത് ശാപമാണ്. ഇപ്പൊ നമുക്കറിയാം, മറ്റു ചില സ്ഥലങ്ങളിൽ സിനിമാ നടന്മാരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഇവരൊക്കെ മനുഷ്യരാണ്. ഒരാളുടെ പൊസിഷൻ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ മറ്റ് മന്ത്രിമാര്, കേരളത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അടക്കമുള്ള അവരെ നമ്മൾ വളരെ ബഹുമാനിക്കും. അവർക്ക് നല്ലൊരു പൊസിഷൻ, നല്ല സ്ഥാനമാനത്തിൽ നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവരാണ്. പക്ഷെ ഇവരാരും ദൈവമല്ല. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അവരെല്ലാം ആ സ്ഥാനമാനത്തിൽ നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ബഹുമാനം കൊടുക്കണം നമ്മൾ. അത് വേണ്ടതൊന്നും ഞാൻ ഒരിക്കലും പറയുന്നത്. ഞാൻ താമസിക്കുന്ന ഈ ദേശത്തിന്റെ ആമി കൗൺസിലറെ തൊട്ട് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ച് ഞാൻ നിൽക്കുന്ന വാർഡിന്റെ കൗൺസിലറെ തൊട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേഷന്റെ പരിധിയിലുള്ള പോലീസ് അധികാരികളെ പോലും കണ്ടാൽ ഞാനൊന്ന് തലവണങ്ങി ഒന്ന് താണ്. അവരെ കാണുമ്പോൾ വണ്ടി പോകുമ്പോൾ ഞാനൊന്ന് ഒതുങ്ങിക്കൊടുക്കും. എന്താ ബഹുമാനം കണ്ടാ കേട്ടോ. പ്രൈസ്. പണ്ടൊന്നും എനിക്കങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നു. എന്നെ കാട്ടി ശ്രേഷ്ഠന്മാരെ, നിയമാധികാരികളെ കാണുമ്പോൾ, ശ്രേഷ്ഠന്മാരെ കാണുമ്പോൾ ഒന്ന് താഴ്ന്നു കൊടുക്കുക. അതും എനിക്ക് കുറച്ചിലായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു സ്തോത്രം. പ്രൈസ്. അതെനിക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ബഹുമാനിക്കും. പക്ഷെ ആരും ദൈവമായിട്ട് കാണരുത്. ദൈവം ഏകൻ മാത്രം. ഏകൻ മാത്രം. അത് ആത്മാവും ജീവനുമാണ്. അല്ലെങ്കിൽ മനുഷ്യനെ ദൈവമാക്കി മാറ്റരുത്. അല്ലെങ്കിൽ അപ്പം കർത്താവായ യേശുക്രിസ്തുവാണ് കാൽവറിയിൽ മാനകുലത്തിന് മുഴുവൻ പാപത്തിന് വേണ്ടി ആ ക്രൂശിൽ ചുമന്നത്. യേശുവാണ് നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ മരിച്ചതും
യേശുക്രിസ്തുവിലാണ് പാപമോചനവും രക്ഷയും നമുക്ക് നൽകുന്നതും സ്വർഗ്ഗ രാജ്യത്തിലേക്ക് പ്രവേശനം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് നിന്റെ മക്കളെ ദൈവവചനം പറഞ്ഞ് ധ്യാനിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ കുറിച്ച് പറഞ്ഞ് ധ്യാനിക്കുവാൻ അവനെ പഠിപ്പിക്കണം, അവളെ പഠിപ്പിക്കണം. അല്ലെ, ആദ്യം മാതാപിതാക്കൾക്ക് ശീലം ഉണ്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിലേക്ക് ആളി കത്തുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ ദൈവം 100 ഇരട്ടിയായിട്ട് ആത്മീയമായി അനുഗ്രഹിക്കാൻ തുടങ്ങും. ഇസ്ഹാക്ക് 100 ഇരട്ടിയായി ആത്മീയം അനുഗ്രഹിക്കപ്പെട്ടു, ആ ഭൗതികം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, ആത്മാവിൽ നീ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ, നിന്റെ ഉള്ളിലെ കീട സ്വഭാവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ദൈവം നിന്നെ ആത്മാവിൽ 100 ഇരട്ടിയായി 100% വർദ്ധിപ്പിച്ച് നിന്റെ മേൽ ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഒക്കെ തന്ന് ആമീൻ നിന്റെയും നിന്റെ തലമുറയും ദൈവത്തിന്റെ ഹിതപ്രകാരം പദ്ധതി പ്രകാരം ലോകരാജ്യങ്ങളിലേക്ക് ശക്തരായ സുവിശേഷ ഘോഷണമായി അയക്കുവാൻ ദൈവം നിങ്ങളിൽ ചിലരെ, നിങ്ങളുടെ തലമുറകളെ ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദര സഹോദരി, ദൈവം നിന്റെ മേലൊരു അഭിഷേകം പകരാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ അന്ത്യകാല ഉണർവ് വേണ്ടി ദൈവം ചില തെരഞ്ഞെടുക്കുന്ന ഇസ്ഹാക്കിനെ പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ഹാക്കിനെ പോലെ പ്രാർത്ഥനയിൽ നിരതനായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളെ, ചില തലമുറകളെ ദൈവ ദിവസങ്ങൾ തെരഞ്ഞെടുക്കാൻ പോകുക. എന്തിനാണ്? കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ. അത് നിന്റെ കുടുംബത്തിൽ നിന്നാകട്ടെ, നിന്റെ മക്കളിൽ നിന്നൊരുവനാകട്ടെ, നിന്റെ മകളിൽ നിന്നൊരുവളാകട്ടെ, നിന്റെ കുടുംബത്തിനൊരാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ കഴിയണമെങ്കിൽ അബ്രഹാമും സാറയും തന്റെ മകനെ പഠിപ്പിച്ചതുപോലെ, ഇസ്ഹാക്കിനെ പഠിപ്പിച്ച് ദൈവഭയത്തിൽ വളർത്തിയതുപോലെ നിന്റെ മക്കളെ പറഞ്ഞ് ദൈവഭയത്തിൽ പഠിപ്പിക്കണം, വളർത്തണം. അങ്ങനെ വന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദാവീദിന്റെ അനുഭവം എന്താണ്? ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തെങ്കിൽ തീ കത്തിയെന്ന് സംഗീത പുസ്തകം 39:2-3 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ സ്തോത്രം അവിടെ വായിക്കുന്നത്? മൗനതയുടെ മഹാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. 7 നിലയുള്ള മൗനം. 1 നിസ്സഹായമായ മൗനം, 2 നയതന്ത്രപരമായ മൗനം, 3 ബുദ്ധിപരമായ മൗനം, 4 ഉദാസീനമായ മൗനം, 4 ഹല്ലേലൂയ സ്തോത്രം, 4 സ്തോത്രം, 4 സ്തോത്രം. വിവിധ നിലയിലുള്ള സ്വാമി മൗനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിവിധ നിലകളിൽ നാം ദൈവസ്ഥയിൽ നിന്ന് ധ്യാനിക്കണം മൗനമായി. ദാവീദിനെ പോലെ ധ്യാനപുരുഷനായി മാറണം. ഹല്ലേലൂയ. ദാവീദിനെ പോലെ ധ്യാനപുരുഷനായി മാറുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം. 4-ാമത്തെ സമ്മർദ്ദം മൂലമുള്ള ധ്യാനം കേട്ടോ. സമ്മർദ്ദം. 5-ാമത്തെ നൈപുണ്യപൂർണമായ ധ്യാനം. 6-ാമത്തെ സമയോചിതമായ ധ്യാനം. അങ്ങനെ 7 വിധങ്ങളിലുള്ള ധ്യാനത്തെ കുറിച്ച് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയത്, അല്ലെങ്കിൽ ഞാനത് എല്ലാം ഒന്നും കാണപ്പാടെ ഇരിക്കുന്നത് ചിലത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ആലോചനകളെ നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പല്ലി എഴുതി ചേരുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒരു നോട്ടാക്കി മാറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനെ കേട്ടോ. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കണം. ധ്യാനിക്കുന്നതോറും അവന്റെ ഹൃദയത്തിൽ സ്വർഗീയ അഗ്നി ആളിക്കത്തുവാൻ തുടങ്ങി. അവന്റെ നാമം കൊണ്ട് അപേക്ഷിക്കുവാൻ സാധിച്ചു. അതെ, നിങ്ങളുടെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കൃപയുടെ ആത്മാവിനെ, യാചന്റെ ആത്മാവിനെ ദൈവം പകരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശക്തമായി ആത്മീയ അനുഗ്രഹത്തെ മഴ പെയ്തിറങ്ങുന്നത് പോലെ ഇറങ്ങും. അതൊരു മഴ പെയ്തിറങ്ങുന്നത് പോലെ നിന്റെ കുടുംബത്തിനകത്ത് ആത്മീയ അനുഗ്രഹത്തെ ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ ശക്തമായി പണിതെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ നീ ഉറച്ചിരുന്ന് യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന്റെ സകല പ്രതിസന്ധികളും മാറി, പ്രശ്നങ്ങളും മാറി നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ഇരുളടഞ്ഞ ജീവിതം, കുടുംബത്തിനകത്തെ പോരാട്ടങ്ങൾ, നിന്റെ കുടുംബത്തിനകത്തെ വെല്ലുവിളികൾ, നീ നേരിടുന്ന പ്രശ്നങ്ങൾ, നിനക്ക് ഉയരുവാൻ കഴിയാതെ, നന്മ കാണാൻ കഴിയാതെ, നിന്റെ കുടുംബത്തിനകത്ത് തലമുറ മദ്യത്തിന് ലഹരിക്ക് അടിപ്പെട്ട് ഭർത്താവിന്റെ ഭാര്യ, നിന്റെ മാതാപിതാക്കളെല്ലാം കുടുംബത്തിനകത്ത് ദൈവഭയമില്ലാതെ ഈ ലോകത്തിന്റെ അധമതയിൽ അകപ്പെട്ട് കിടക്കുകയാണോ? അകമതിക്കകത്താണോ? ഇന്ന് പകൽ മടങ്ങി വന്ന് ഇസ്ഹാക്കിനെ പോലെ ദൈവസനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒരുങ്ങുന്നെങ്കിൽ ഹല്ലേലൂയ
ആമി ഇസഹാക്ക് 100 മേനി ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ, ദുരിതത്തെ, കഷ്ടതയെ, ദാരിദ്ര്യത്തെ മാറ്റി നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നീ കേരളത്തിൽ നിന്നും വിദേശത്ത് നിന്നോ വചനം കേൾക്കുന്നത്, എവിടെ നിന്ന് വചനം കേട്ടാലും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയെ നീക്കുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, ദുഃഖങ്ങളെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ വേദനകളെ തുടച്ചു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരിക. നീ ആരെയാണ് ധ്യാനിക്കുന്നത്? ഇസ്ഹാക്ക് യഹോവയെ ദൈവസന്നിധി ധ്യാനിച്ചതുപോലെ തന്റെ പ്രതിസുത മണവാട്ടിയെ കാണുവാൻ വേണ്ടി താൻ ദൈവസന്നിധി അല്ലെങ്കിൽ പ്രാണം ധ്യാനിച്ചതുപോലെ യേശുക്രിസ്തു പ്രത്യാകാശവരനായി നീ ദൈവസന്നിധി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവനോട് പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ നിന്നെ ഉയർത്തും കേട്ടോ. പ്രൈസലോ. കണ്ണുകളടച്ചാട്ട് ഇതുപോലെ കഷ്ടതയുടെ സംഘം ദുഃഖത്തോടെ കടന്നു പോകുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന് ദൈവ സമൃദ്ധി അളവിനെ അനുഗ്രഹത്തെ തരാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടത ദൈവം പിടിവിക്കും. നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും അതിന് മോചനം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിൽ വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, സാത്താന്റെ ദുർഭൂത ബന്ധനങ്ങൾ, അന്യായ ബന്ധനം, ആഭിചാര, മന്ത്രവാദ, കൂടോത്ര ശുദ്രശക്തികളെ, നിന്റെ കുടുംബത്തിന്റെ തലമുറയെ തകർക്കുന്ന അന്യായ ബന്ധനങ്ങളെ, കൂട്ടുകെട്ടുകളെ ഇന്ന് പകൽ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ കുഞ്ഞിനെ ഇസഹാക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കുവാൻ പഠിപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യത്തിന്റെ അനുഭവത്തെ, നന്മയുടെ അനുഭവത്തെ ദൈവം നൽകും. നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന ദാവീദ് പറഞ്ഞതുപോലെ 23 വാക്യം നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നത് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടു കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള 800 കോടിയിലും ജനത്തിനായി പ്രാർത്ഥിക്കും. കഷ്ടങ്ങൾ, പ്രയാസം, ദുഃഖങ്ങൾ, കടനീരും, വേദനയും, മദ്യവും, മൈക്കൂരും, പഞ്ചലഹരി പദാർത്ഥങ്ങളും മനുഷ്യനെ തകർത്ത് കുടുംബത്തിനകത്ത് രാജ്യം കൊണ്ടിരുമ്പോൾ ഇവിടെ അബ്രഹാം സാറിന്റെ മകനെ ഇസഹാക്കിനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു പഠിച്ചതിന് ഇസഹാക്ക് ധ്യാനപുരുഷനായി മാറിയതുപോലെ ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ആത്മാവിന് ഇരട്ടിപ്പങ്ങ് ചോദിച്ച് ഏലിശയെ പോലെ ബെന്യാമീൻ ജോസഫിന്റെ 5 ഇരട്ടി അനുഗ്രഹത്തെ പ്രാപിച്ചതുപോലെ ബാബിലൂടെ ജ്ഞാനികളിൽ നിന്നും 10 ഇരട്ടി ഞാൻ ദാനിയേൽ പ്രാപിച്ചു കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ത്രാദികൾക്ക് ഞങ്ങളുടെ തലമുറകൾ ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങിടുവാൻ ദൈവങ്ങളെ ലോകപ്രകാരമുള്ള മനുഷ്യനെ ദൈവങ്ങളാക്കി മാറ്റി അവരെയെല്ലാം ധ്യാനിക്കുന്ന യഥാർത്ഥ സൃഷ്ടാവ് ആത്മാവും ജീവനുമായിരിക്കും ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അനുഭവത്തെ പ്രാപിക്കുവാൻ ജനത്തെ ഒരുക്കണമേ. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ രോഗബന്ധങ്ങളും വിടിവിക്കപ്പെടണമേ. ഈ കാലവർഷം എടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, കുടുംബങ്ങളെ സൂക്ഷിക്കണമേ. യാത്രക്കാരിക്കും സൂക്ഷിക്കണം. ഇത് കേരളത്തിൽ വിദേശ ഇപ്പോൾ ആയിരിക്കുന്ന കർഷകർ കടന്നു പോകുന്ന എല്ലാ കുടുംബത്തിന്റെയും ദൈവനീതി അയച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.